ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ആറാമത്തെ വേൾഡ് കപ്പാണ് മെസ്സി ഇന്ന് കളിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രകടന മികവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മികവ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞാണ് താൻ എന്നുള്ള കാര്യം മെസ്സി ഇന്നത്തെ മത്സരത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു. ഒരു കിടിലൻ ഹാട്രിക്കാണ് അൾജീരിയക്കെതിരെ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. അൾജീരിയക്കും അർജന്റീനക്കും ഇടയിലുള്ള ഒരു പ്രധാന വ്യത്യാസം അത് ലയണൽ മെസ്സി എന്ന ഒരു താരം തന്നെയായിരുന്നു. ഏതായാലും മെസ്സിയുടെ ഈ പ്രകടനം അത് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഇപ്പോൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ടാണ് മെസ്സി ഇപ്പോൾ കടന്നു വരുന്നത്. പക്ഷേ ഈ പ്രായത്തിലും മെസ്സി നടത്തിയ പ്രകടനം അത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. അതിലുള്ള ഒരു റിയാക്ഷൻ ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്നാപ്ചാറ്റിൽ അദ്ദേഹം ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രമാണ്, പക്ഷെ അതിൻ്റെ ക്യാപ്ഷനാണ് രസകരം. മെസ്സി ഒരു ഭ്രാന്തനാണ് എന്നാണ് ഏർലിംഗ് ഹാലൻഡ് ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. അതായത് ഗോൾ അടിച്ചുകൊണ്ട് ഭ്രാന്തായ ഒരു വ്യക്തിയാണ് മെസ്സി എന്നാണ് ഏർലിംഗ് ഹാലൻഡിൻ്റെ ഒരു അഭിപ്രായം. മെസ്സിയുടെ ഈ അസാധാരണമായ പ്രകടനത്തെ അദ്ദേഹം ഭ്രാന്തമാണ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി തോമസ് മുള്ളറുടെ ഒരു സ്റ്റോറി കൂടി കാണേണ്ടതുണ്ട്. അതായത് മെസ്സിയും മുള്ളറും കൂടി നിൽക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്നിട്ട് ദിസ് ഗൈ എന്നാണ് ഇപ്പോൾ തോമസ് മുള്ളർ എഴുതിയിട്ടുള്ളത്. കൂടാതെ ഒരു ആടിൻ്റെ ചിത്രവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. മെസ്സിയെ അദ്ദേഹം മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ മനുഷ്യൻ ഗോട്ടാണ് എന്നാണ് തോമസ് മുള്ളറുടെ ഒരു അഭിപ്രായം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് മെസ്സിയാണ് എന്നാണ് തോമസ് മുള്ളർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ മെസ്സിയുടെ പ്രകടനത്തിൽ എല്ലാവരും തങ്ങളുടെ അത്ഭുതം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവിശ്വസനീയമായ പ്രകടനം എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി റെക്കോർഡുകളാണ് ഇന്നത്തെ മത്സരത്തിലൂടെ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടക്കുന്നു. മെസ്സി ഈ ഫോമിൽ കളിക്കുകയാണെങ്കിൽ മറ്റുള്ള ടീമുകൾക്ക് അർജന്റീനയെ പിടിച്ചു കെട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.